ഹലോ, ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഉഗാണ്ടയിലെ ഒരു ആവക്കാഡോയുടെ ഒരു പ്ലാന്റേഷനിലാണ്. ഇതൊരു ചെറിയ പ്ലാന്റേഷനൊന്നും അല്ല കേട്ടോ, 2500 ഏക്കറോളം വലിപ്പമുള്ള ഒരു പ്ലാന്റേഷനാണ്. ആവക്കാഡോ മാത്രമാണ് ഇവർ കൃഷി ചെയ്യുന്നത്. അപ്പം ഉഗാണ്ടയിൽ ആവക്കാഡോ ഒരുപാടുണ്ട്. ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഒരുപാട് കയറ്റി അയക്കാറുണ്ട്. അപ്പം അവക്കാഡോയുടെ പല വെറൈറ്റി ഉണ്ട് ഇവിടെ. അതായത് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നതൊക്കെ നല്ല ഉയരമുള്ള നമ്മുടെ മാവൊക്കെ പോലെ തന്നെ വളർന്നിട്ട് ആ ടൈപ്പാണ്. പിന്നെ ചെറുതും ഉണ്ട്. എന്നാലും ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ചക്കയുടെ മുള്ള് പോലെ, മുള്ളായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ ഒരു തരം ഒരു പ്രൊജക്ഷനുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ എപ്പോഴും മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇതേതാണ്ട് അസുഖമുള്ളതായിരിക്കും എന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് വാങ്ങിക്കില്ലായിരുന്നു. പക്ഷേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്നാണ് ഇവർ പറയുന്നത്. ഹാസ് അവക്കാഡോ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് തന്നെ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളതാണെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ എപ്പോഴും ഈ അവക്കാഡോ എല്ലാ സമയങ്ങളിലും അവക്കാഡോ കിട്ടും. കാരണം അവക്കാഡോ ഇല്ലാതെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവക്കാഡോ കിട്ടാതെ ഒന്നും വന്ന് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതിന് ഒരു ടേസ്റ്റൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്കിത് അത്ര വലിയ ഇഷ്ടമുള്ള ഒരു സാധനമല്ല. ഈ അവക്കാഡോ ഫാം ആണെങ്കിൽ തന്നെ വിക്ടോറിയ തടാകത്തിൻ്റെ, ലേക്ക് വിക്ടോറിയയുടെ തീരത്താണ് ഈ അവക്കാഡോ ഫാം മുഴുക്കെ ഉള്ളത്. കാരണം ഈ വെള്ളത്തിനൊന്നും ഇവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. 2 മീറ്റർ ഉയരം വരെ മാത്രമേ ഈ ചെടിയെ ഇവർ വളർത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ നീളമുള്ള കമ്പൊക്കെ വെട്ടിക്കളയും. അപ്പോൾ ഇതിൽ തൊട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കൊണ്ട് അവിടെ നിന്ന് പോരാനേ തോന്നില്ല. അതുപോലെ അങ്ങ് അവക്കാഡോ പിടിച്ച് കിടക്കും ഈ ചെറിയ ചെടികളിലൊക്കെ. ബാംഗ്ലൂരിലൊക്കെ ആൾക്കാർ പോയിട്ട് നമ്മുടെ ഗ്രേപ്സിൻ്റെ തോട്ടത്തിലൊക്കെ പോയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വരുമായിരുന്നു അതൊക്കെ കാണുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ അവക്കാഡോയുടെ എങ്കിലും ചെടിയുടെ അടുത്ത് പോയി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് ഇതൊക്കെ. അപ്പോൾ ഇവർ പറയുന്നത് ഇത് 2 പ്രാവശ്യമാണ് ഇത് വിളവെടുത്തിട്ട് കയറ്റി അയക്കുന്നത്. ആണ്ടിൽ 2 പ്രാവശ്യം. ബാക്കിയൊക്കെ അവർ ഇവിടെയാണ് വിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. എല്ലാ മാർക്കറ്റിലും കാണും. പിന്നെ റോഡ് സൈഡിലൊക്കെ വെച്ച് വിൽക്കുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് കാണും ഇങ്ങനെ അവക്കാഡോ. ഇത് ഒരു പിങ്ക് കളറുള്ളതുണ്ട്. അപ്പോൾ ഇതിന് ഇവിടെ അത്ര വലിയ വിലയൊന്നും ഇല്ല. ഇത് ഒരുപാട് വിളവെടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ 20 രൂപയ്ക്ക് 4 എണ്ണമൊക്കെ കിട്ടും. ചിലപ്പോൾ 5 എണ്ണവും കിട്ടും. നമ്മൾ ഒരെണ്ണം കൂടെ വെക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ 5 എണ്ണം കിട്ടും. കുറച്ച് വലുതാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു 10 രൂപയ്ക്ക് കിട്ടും. പിന്നെ ചില സമയങ്ങളിൽ ഒരെണ്ണത്തിന് 20 രൂപയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് വലുതാണെങ്കിലാണ് കേട്ടോ 20 രൂപയൊക്കെ ആകുന്നത്. ഇതേലത്തെ ആണെങ്കിൽ നമുക്കൊരു 5 എണ്ണമൊക്കെ കിട്ടും. ഈ ഒരു വലിപ്പത്തിലുള്ളത് ഈ ടൈപ്പല്ല, വേറെ ടൈപ്പിൽ. അതിൻ്റെ സ്കിന്നിനൊക്കെ കുറച്ചുകൂടെ ഇങ്ങനെ കട്ടി കുറവുള്ള ടൈപ്പാണ്. ഇത് ലേക്ക് വിക്ടോറിയയുടെ തീരം മുതൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. വലിയ ഇവിടെ ഇങ്ങനെ കുന്നൊന്നുമില്ല. കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും കുന്നൊക്കെ ഉണ്ടാകുന്നത്. ഇത് എത്ര കണ്ടാലും നടന്നാലും ഒന്നും തീരത്തില്ല. എന്നാലും നമുക്ക് പറ്റുന്ന അത്രയൊക്കെ ഞാനൊന്ന് കാണിക്കാം. എല്ലാ വീടിൻ്റെ പരിസരത്തും റോഡ് സൈഡിലും ഒക്കെ ഈ അവക്കാഡോ മരം ഉണ്ടാകും. അപ്പോൾ പല ടൈപ്പുണ്ട്. കളറ് തന്നെ ചിലത് നല്ല പിങ്ക് കളറാണ്. അപ്പം ശരിക്കും നമ്മൾ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചാൽ ഞാൻ വാങ്ങിക്കാറുള്ളത്. ചിലപ്പോൾ അതിന് വലിയ മധുരമൊന്നും കാണത്തില്ല. പിന്നെ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ഡേറ്റ്സോ നല്ല മധുരമുള്ള പഴമോ അല്ലെങ്കിൽ കുറച്ച് തേനോ നട്ട്സ് അല്ലെങ്കിൽ ഷുഗർ ഒക്കെ ചേർത്തടിച്ചെടുത്താലും ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതിൻ്റേതെന്ന് പറയാൻ ഇതിന് അവകാശപ്പെടാൻ ഒരു ടേസ്റ്റും ഇല്ല. അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ്. ഇതിന് ഇത്രയും ഗുണമുണ്ടെന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് ഇതെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വിഴുങ്ങാമെന്നൊക്കെ വിചാരിക്കും. ഞാൻ അങ്ങനെയൊക്കെയാണ് ഇത് കഴിക്കാറുള്ളത്. കാരണം ഇതിനൊരു ടേസ്റ്റും നമുക്ക് പറയാനില്ല. ഇപ്പോൾ ഇസ്രായേലിലുള്ള ഒരു മോനാണെങ്കിൽ ഒരിക്കൽ ഞാൻ ഈ അവക്കാഡോയുടെ ഒരു ഷോട്ട് ഇട്ടപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, ഇവിടെ ഭയങ്കര വിലയാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ ഓർക്കും നാട്ടിലും നല്ല വിലയുണ്ടെന്ന് പറയുന്ന, ഞാൻ നാട്ടിൽ നിന്ന് ഒരിക്കലും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇത്.
അപ്പോൾ ഇത് കണ്ടോ, ചില ചെടികളിൽ ഇങ്ങനെയാണ്, ഇതിൽ കായ് ഒരു സൈഡിൽ പിടിക്കുന്നുണ്ട്, ചിലയിടത്ത് നല്ല പാകമായിട്ടുണ്ട്, ചിലയിടത്ത് ചെറുതാണ്, ചില സ്ഥലങ്ങളിൽ പൂക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും, എപ്പോഴും ഈ മഴയൊക്കെ ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ മാറി മാറി പിടിക്കുന്നതെന്ന് തോന്നുന്നു. ചില സ്ഥലങ്ങളിൽ കണ്ടില്ലേ ഇലയൊക്കെ തളിർത്ത് വരുന്നുണ്ട്, ചിലത് ചെറിയ കായായിട്ട്. ഈ ചെടിയിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ കുറേ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു സൈഡ് ഒട്ടുമിക്ക കായകളുടെയും ഒരു സൈഡിൽ കുറച്ച് ചുമപ്പ്. ഇനി ഇത് വെയിലിൻ്റെ ആണോ അതിനി അങ്ങനെ ഒരു വെറൈറ്റി ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവർ പേരൊക്കെ പറഞ്ഞു തന്നാലും നമുക്ക് അത്ര കണ്ടൊന്നും അങ്ങ് മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇതിന് എത്ര ടൈപ്പ് ഉണ്ടെന്നൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. ഒരുപാട് ടൈപ്പുണ്ട്, ഞാൻ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ടേസ്റ്റ് ഇതിനാണ് ഏറ്റവും കൂടുതലെന്നാണ് പറയുന്നത്. പക്ഷേ കഴിച്ചപ്പോഴും ഇതിന് ഒരു ചെറിയ മധുരവും ഒക്കെ ആയിട്ടുമുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പഴുക്കാൻ കുറച്ച് സമയം എടുക്കും. നമ്മളിപ്പോൾ ഇത് കൊണ്ട് വെച്ചിരുന്നാലും ഇത് പഴുക്കാൻ കുറച്ച് സമയം എടുക്കും. അതായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, പെട്ടെന്നൊന്നും ചീഞ്ഞു പോകുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഇത് വെളിയിലേക്കൊക്കെ വിട്ട് കഴിഞ്ഞാലും ഭയങ്കര ഡിമാൻഡുള്ളത്. ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടുന്ന് ഉഗാണ്ടയിൽ നിന്ന് കയറ്റി അയക്കുന്നുണ്ട്. പക്ഷേ അവക്കാഡോ ഒരുപാടുണ്ട്, ഒരുപാട് എസ്റ്റേറ്റുകളും ചെറിയ ചെറിയ ഫാമുകളും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട് അവക്കാഡോ ഇവിടെ. ഇത് നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ഒരുപാട് അകലമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ പല പ്രാവശ്യം ഇവിടെ വരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇതിൻ്റെ കമ്പയിലൊന്ന് ഇരുന്ന് നോക്കിയതാ ഒടിയുമോ എന്നറിയാം. കാരണം ഈ മരത്തിന് ഈ ഫ്രൂട്ട്സുകൾ താങ്ങാൻ വയ്യ. പിന്നെ ഇനി എൻ്റെ ഭാരവും കൂടി ആകുമ്പോൾ ഇത് ഒടിയുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒടിഞ്ഞില്ല കേട്ടോ. ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഇരുന്ന് നോക്കിയപ്പോൾ ഇത് ഒടിഞ്ഞതൊന്നുമില്ല. നല്ല ബലമുള്ള കമ്പുകളാണ്. ചെടിക്ക് താങ്ങാനാകാത്ത പോലെയാണ് ഈ കായ് നിൽക്കുന്നത്. കാരണം ഈ കായ്ക്ക് സാധാരണ ഒരു ചെറിയ ഫ്രൂട്ടിൻ്റെ ഒന്നും കൂട്ടല്ലോ, നല്ല വെയിറ്റാണ്. 2-3 വെക്കുമ്പോൾ 1 കിലോയാകും. അതുപോലെ എന്തുമാത്രം നിൽക്കുന്നത്. അപ്പം കുറച്ച് സ്പീഡിൽ കാണിക്കാം കേട്ടോ, കുറച്ചുകൂടെയൊക്കെ. അല്ലാതെ ഒരുപാട് അങ്ങോട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കും മടുപ്പായിപ്പോയി. ഇത് എത്രയും ചെല്ലിയ കാണുന്നേ, അതുകൊണ്ട്. എത്ര സ്പീഡിൽ കാണിച്ചാലും നമുക്കിതിൻ്റെ ഒരു സൈഡ് പോലും കണ്ടു തീർക്കാൻ പറ്റില്ല, അതുപോലെ ദൂരത്ത് കിടക്കുക. ഇതാണ് ലേക്ക് വിക്ടോറിയ തടാകമാണ്. വിക്ടോറിയ തടാകത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇപ്പം ആകാശത്തിൻ്റെ കളർ മാറുന്നതനുസരിച്ച് ലേക്കിൻ്റെ വെള്ളത്തിൻ്റെ കളറും നമ്മൾ ദൂരെ നോക്കുമ്പോൾ മാറുന്നുണ്ടില്ല. നീല കളറ് ആണ് ആകാശത്തെങ്കിൽ ഉടനെ വെള്ളത്തിൻ്റെ കളറും അതുപോലെയാകും. വെള്ളയുള്ളിടത്ത് കണ്ടില്ലേ, വെള്ള കളറാകും. അല്ല മഴക്കാർ കയറിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളറ് കറുപ്പാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അവരുടെ ഓഫീസിലേക്ക് കയറിയതാണ്. അപ്പോൾ അവിടുന്ന് ഒരു അഗ്രോണമിസ്റ്റിനെ കൂടെ കൂട്ടിയിട്ട് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടെ. അപ്പം വന്നിട്ട് അത്യാവശ്യമൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് പറഞ്ഞു. ഒരുപാടൊന്നും പോകാൻ പറ്റില്ല, ഇന്നലെ ഇവിടെ കനത്ത മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫാമിലിക്കൊക്കെ പോകുന്ന റോഡുകളൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല, കുറച്ചൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇവരുടെ കൂടെ അതിലേക്കൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരുപാട് സമയമൊന്നും പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൂരത്ത് പോകണ്ട. പിന്നെ ഇവരിതിൻ്റെയൊക്കെ മൂട്ടിൽ ചെറിയ പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, വരൾച്ചയേക്കാതിരിക്കാനെ കൊണ്ട്. കണ്ടില്ലേ, ഇത്ര ഉയരമേ ഉള്ളത്. ഇതുപോലെയാണ് അതിന് താങ്ങാൻ വയ്യ, അതുപോലെ പഴം കിടക്കുക. ഇതിപ്പോൾ പഴുത്തിട്ടില്ല, അവർ വിളവെടുത്തെന്ന് പറഞ്ഞു. ഒരു 2-3 ദിവസത്തിന് മുന്നേയൊക്കെ എടുത്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇനി ഇതിനും പാകമാണെങ്കിൽ ഒരാഴ്ച എടുക്കുമെന്നാണ് പറഞ്ഞത്. ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് സിൽവർ റോക്ക് എന്ന് പറയുന്ന മരങ്ങളാണ്. അപ്പം ലേക്ക് വിക്ടോറിയയുടെ തീരത്തായതുകൊണ്ട് ഇവിടെ ഒരുപാട് കാറ്റുണ്ട്. ഇപ്പം ആകാശത്തിൻ്റെ കളറൊക്കെ പെട്ടെന്ന് മാറി മഴയ്ക്കുള്ള ഒരു സാധ്യതയൊക്കെ ചില സ്ഥലങ്ങളിലാണ് ഇങ്ങനെ വരുന്നത്. ചിലപ്പം കുറച്ച് മാറിക്കഴിഞ്ഞാൽ അവിടെ മഴ ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഏത് സൈഡിലാണോ ഈ കാറ് കൊണ്ട് വരുന്നത് ആ ഒരു പ്രദേശത്ത് മാത്രമേ മഴ ഉണ്ടാവുകയുള്ളൂ, ബാക്കി സ്ഥലങ്ങളിലൊന്നും മഴ ഉണ്ടാവില്ല. വിൻഡ് ബ്രേക്കർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ കാറ്റ് ഒരുപാടുള്ളത് കൊണ്ട് ഈ അവക്കാഡോ മരം ഒടിഞ്ഞു പോകാതിരിക്കാനാണ് ഇവരിങ്ങനെ വിൻഡ് ബ്രേക്കർ ഫെൻസിങ് പോലെ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പം കാറ്റ് വന്നാലും ഇതിൽ തടയും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ അതാണ് ഈ ഗ്യാപ്പ് കാണുന്നത്. പക്ഷേ അവക്കാഡോ പ്ലാന്റിനൊന്നും ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഇവരിങ്ങനെ ഇത് കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായി. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇവിടുത്തെ ഈ കാണുന്ന വിൻഡ് ബ്രേക്കറിൻ്റെയാണ് ഇട്ടിരിക്കുന്ന ഷോർട്ട് വീഡിയോ.
അപ്പം ആ അഗ്രോണമിസ്റ്റിനെയും കൂടെ കൂട്ടിയിട്ട് വന്ന് അപ്പോൾ ആൾ ഇത് സംഗതികളൊക്കെ വിശദമായിട്ടൊക്കെ പറഞ്ഞു തരും. അതൊക്കെ അറിയാവുന്ന അവർക്കൊക്കെ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്കേ അറിയുള്ളൂ. എനിക്കതേപ്പറ്റിയൊന്നും കൂടുതൽ അറിയാത്തതുകൊണ്ട് ഞാൻ ഈ അവക്കാഡോ ഒക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത് കുറേ പറിക്കണമെന്നുണ്ട്, പക്ഷേ ഇത് ഏതാണ് കറക്റ്റായ പാകമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ കുറേ പറിച്ചൊക്കെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് പഴുത്തിട്ടൊന്നും ഇല്ല. എത്ര ദിവസം എടുക്കുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും മധുരം ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. എത്ര ദിവസമാണെങ്കിലും ഇരുന്ന് കഴിഞ്ഞാലും നല്ല മധുരം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് പറിച്ചുകൊണ്ടൊക്കെ പോരുന്നിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഈ ചെറിയ കമ്പൊക്കെ എങ്ങനെയാണ് ഇത്രയും കായ് താങ്ങിക്കൊണ്ട് നിൽക്കുന്നതെന്ന്. അപ്പം ഞങ്ങൾ ഇവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ പുള്ളിയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോരാൻ തുടങ്ങുകയാണ്. ഇത്രയും നേരം നമ്മളെ കൂടെ നിന്ന ആൾ നല്ല വലിയ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനാണ്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എന്താ പശുക്കൾ മേയുകയാണ് ഇവിടെ. ഇവിടെ നല്ല ഒന്നാന്തരം നാടൻ പാല് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഉഗാണ്ട. ടൗണിലോ ഒരു വലിയ ടൗണിൽ എനിക്ക് അറിഞ്ഞുകൂടാ, കമ്പാല ടൗണൊന്നും എനിക്ക് അത്ര കണ്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെയൊക്കെ നല്ലതായിട്ട് നാടൻ പാല് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും ഒന്നും പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ, ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക. അപ്പോൾ ഉഗാണ്ടയിലെ അടുത്ത വിശേഷവുമായി ഞാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ, സി യു.